ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വി.ഡി. സതീശിൻ്റെ വാർത്താ സമ്മേളനം കാണുമായിരുന്നു ഞാൻ. അപ്പം എനിക്ക് പല 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 കാര്യങ്ങളും കേട്ട് ഓർമ്മ വരികയാണ്. അതിനകത്ത് ആദ്യം പറഞ്ഞൊരു സാധനം, അദ്ദേഹം മുഖ്യമന്ത്രി ആയ ശേഷം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മാധ്യമപ്രവർത്തകരുടെ ഇതേപോലൊരു വാർത്താ സമ്മേളനത്തിലൊരു ചോദ്യം വരികയാണ്. ആ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധത കാണിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമുണ്ട്. വാക്കാണ് സത്യം, പാലിക്കാൻ പറ്റുന്ന വാക്കുകളെ ഞാൻ പറയാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വാക്കാണ് സത്യം എന്ന് പറഞ്ഞ ജനങ്ങളെ മുഴുവൻ പറ്റിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിട്ട് വി.ഡി. സതീശൻ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയണം. കാരണം ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ 2 നുണകളാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള 2 നുണകൾ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയാത്തതോ അല്ലെങ്കിൽ അദ്ദേഹം അറിയാതിരിക്കുന്നതോ അല്ല, മനഃപൂർവ്വം അദ്ദേഹം പറഞ്ഞ 2 നുണകളുണ്ട്. ആ 2 നുണകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ കൊണ്ടുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, ഇത് UDF-നകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും, കേരളത്തിൻ്റെ മാൻഡേറ്റ്, UDF-ന് അനുകൂലമായിട്ടുള്ള കേരളത്തിൻ്റെ മാൻഡേറ്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ല. അത് ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട്, ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ സാങ്കേതിക തികവൊന്നും ഉണ്ടാവില്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്നു, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം ഉണ്ടാകുന്നത്. ഈ വലിയ വിവാദം ഈ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ PM ശ്രീ പദ്ധതി അതുമായി ഒപ്പിട്ട് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഫോളോ ചെയ്യുന്ന അതേ കരിക്കുലം ഫോളോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവിടെ വരുന്ന മാറ്റങ്ങളെല്ലാം തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കേണ്ടി വരും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ സമയത്ത് പോയിട്ടൊരു MOU ഒപ്പിട്ടുണ്ടായിരുന്നു. നോക്കണേ, എഗ്രിമെൻറ്റോ കരാറോ അല്ല, MOU ആണ്. MOU ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആ MOU ഒപ്പിട്ടത് വലിയ വിവാദമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് LDF-നകത്ത് തന്നെ വലിയ ചർച്ചകൾ ഉണ്ടാക്കി, CPM-നകത്ത് വലിയ ചർച്ചകൾ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആരോടും ആലോചിക്കാതെ പോയിട്ടൊരു MOU ഒപ്പിട്ടത് എന്ന രീതിയിലുള്ള വലിയ ചർച്ചകളൊക്കെ ഉണ്ടാക്കി. ഇത്തരത്തിലൊരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. ധാരണാപത്രത്തിൽ ഒപ്പിടുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തു. അതോടുകൂടി എന്ത് ചെയ്തു, LDF സർക്കാർ അതിന് പിന്നോട്ട് പോയി, അത് നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോയി. അങ്ങനെ പിന്നോട്ട് പോയതിന് ശേഷം കേന്ദ്ര സർക്കാരിലേക്ക് ഒരു കത്തെഴുതി, ശ്രദ്ധിക്കണേ, ഒരു കത്തെഴുതി, ആ ഭാഗം ശ്രദ്ധിക്കണേ, ഒരു കത്തെഴുതി. ആ കത്ത് ഇങ്ങനെയായിരുന്നു: താങ്കൾ ഇതൊരു കുറച്ചുകൂടി റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ ഞങ്ങൾ താൽക്കാലികമായിട്ട് ഒന്ന് പിൻവാങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതി കേന്ദ്ര സർക്കാരിന്. ഇത്രയും കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് നടന്നതായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് നടന്ന ഇത്രയും കാര്യങ്ങളെ വെച്ചുകൊണ്ട് UDF-ഉം അതിനനുബന്ധമായിട്ടുള്ള UDF-ന് വേണ്ടി കളമൊരുക്കി കൊടുത്ത മാധ്യമങ്ങളും ഇവിടുത്തെ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകൾ, 916 കമ്മ്യൂണിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളും ചേർന്ന് CPM-നെതിരെയും LDF-നെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തി. ആ ആരോപണങ്ങളെല്ലാം തന്നെ CPM അല്ലെങ്കിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF സർക്കാർ എന്ന് പറയുന്നത് RSS അജണ്ടയ്ക്ക് അനുസൃതമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന രീതിയിലുള്ള വലിയ പ്രചരണമുണ്ടായി. ഈ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യം നൽകിയത് ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അണികളുമാണ്. കൃത്യമായിട്ട് ഈ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ UDF-ന്റെ ക്യാമ്പയിനിൽ പ്രധാനമായും പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു PM ശ്രീ. അതായത് കേരള സമൂഹത്തെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ആക്ഷേപവും അല്ലെങ്കിൽ പ്രചാരണവും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് നടത്തിയിരുന്നു. എന്തായാലും ഇവിടെയാണ് വിധിയുടെ വൈരുദ്ധ്യം എന്നൊക്കെ പറയാവുന്ന കാര്യം. ഇതേ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുവരെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായത്. ഇനി വി.ഡി. സതീശൻ പറഞ്ഞ 2 നുണകളെക്കുറിച്ച് നമ്മൾ അതിനാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. ഈ വി.ഡി. സതീശൻ പറഞ്ഞ 2 നുണകൾ, ഒന്ന്, ഇത്തരത്തിൽ ഒരു MOU ഒപ്പിട്ടത്, അതായത് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ MOU ഒപ്പിട്ടത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്
ഒരു രേഖയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിട്ടില്ല. അതായത് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ MOU ഇപ്പോഴും വാലിഡ് ആണ് എന്നാണ് ഈ VD സതീശൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ ആ MOU പിൻവാങ്ങുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ നൽകിയിട്ടുള്ള ഒരു കത്ത് അല്ലെങ്കിൽ സമർപ്പിച്ചിട്ടുള്ള കത്ത് ഞാൻ ഈ വീഡിയോയുടെ ഉടനെ തന്നെ അതിനോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്, നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ MOU ഒപ്പിട്ടതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും 99 കോടി, അതായത് PM ശ്രീയിൽ ശ്രദ്ധിക്കണേ, PM ശ്രീയിൽ ഒപ്പിട്ടതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 99 കോടി രൂപ കൈപ്പറ്റി. ഇനി അതിൽ നിന്നും പുറകിലോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ പറഞ്ഞു. ഇതേ നുണ N ഷംസുദ്ദീനും KM ഷാജിയും പലതവണ ആവർത്തിക്കുകയും അത് കയ്യോടെ പൊക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇന്ന് VD സതീശൻ അത് വീണ്ടും ആവർത്തിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. കാരണം ഒരുപാട് പഠിക്കുന്ന, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന, വളരെ കൃത്യമായി പഠിച്ച് സംസാരിക്കുന്ന ആളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ് VD സതീശൻ. അങ്ങനെയുള്ളൊരു VD സതീശൻ പറയുന്നു, ഈ MOU, അതായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് MOU ഒപ്പിട്ടതിൻ്റെ ഭാഗമായിട്ട്, ആ പദ്ധതിയുടെ ഭാഗമായിട്ട് 99 കോടി രൂപ കിട്ടിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിനോടൊപ്പം നൽകാം. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ PM ശ്രീ പദ്ധതിയുടെ MOU ഒപ്പിട്ടതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ 1 രൂപ പോലും കേന്ദ്ര സർക്കാരിൽ നിന്നും വാങ്ങിയിട്ടില്ല. എന്താണ്, 1 രൂപ പോലും കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഇത് കൃത്യമായിട്ട് ഇതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിനൊക്കെ കാശ് നൽകി, കാശ് ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പും നടത്താതെയാണോ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ നുണ പറഞ്ഞത് എന്നുള്ളതാണ് എനിക്ക് രണ്ടാമത് അറിയേണ്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ കിട്ടിയിട്ടുള്ള ഈ 99 കോടി രൂപ എന്ന് പറയുന്നത് എത്രയോ കാലം മുമ്പ് പിടിച്ചു വെച്ചിട്ടുള്ള SSK ഫണ്ടിൻ്റെ ബാക്കിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഈ MOUയിൽ ഒപ്പിട്ടതിന് ശേഷമുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കാൻ പറയും. അങ്ങനെ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിലേക്കുള്ള ഫണ്ട് ഇനി സംസ്ഥാന സർക്കാരിനുള്ള, കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് എത്തുകയുള്ളൂ. അത്തരത്തിൽ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല. ഇതിനകത്ത് കേവലം ധാരണാപത്രത്തിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF സർക്കാർ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ അറിയുന്ന, ഈ സംസ്ഥാനത്തെ മുഴുവൻ ഇത്തരം ഇടപാടുകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നടപടിക്രമങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുള്ള, ഇത്ര പരിചയസമ്പന്നനായ ഒരു സാമാജികൻ കൂടിയായിട്ടുള്ള VD സതീശൻ എന്തിനാണ് ഇത്തരത്തിൽ 2 നുണകൾ ഇന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നു പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ പലതും പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. കേവലമായിട്ടുള്ള ചെറിയ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പച്ചയ്ക്ക് നുണ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊരു കാര്യം, ഇനി ഇതിനകത്ത് UDF-നകത്ത് ലീഗിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പം നിലവിൽ നമ്മൾ ഈ മരമൊക്കെ മുറിക്കുമ്പോൾ നമ്മളിങ്ങനെ ആപ്പ് വയ്ക്കുമല്ലോ, ആ ആപ്പിനകത്ത് വാല് കുടുങ്ങിയ കുരങ്ങൻ്റെ അവസ്ഥയാണ്. ഇതിനകത്ത് എന്ത് ചെയ്യണം, എന്ത് പറയണം, ഒരു നിവൃത്തിയില്ല. ഉന്നത വിദ്യാഭ്യാസം ലീഗിൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വകുപ്പായിരുന്നേ. ഇത്തവണ വളരെ നൈസായിട്ട് കോൺഗ്രസ് അങ്ങ് ഏറ്റെടുത്ത്, കോൺഗ്രസ് എന്നിട്ട് RSSന് പറ്റുന്ന കുറച്ച് ആളുകളെ നിയമിച്ച് VC-മാരാക്കുന്നു. ഒരു എതിർപ്പുമില്ല. ആ VC-മാർ നേരെ RSSൻ്റെ പരിപാടിക്ക് പോകുന്നു. UDF-നകത്ത് വല്ലതും മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ പറ്റില്ല. മറ്റൊന്ന് വിദ്യാഭ്യാസ വകുപ്പ്. ലീഗിൻ്റെ എല്ലാ കാലത്തും ലീഗ് കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വകുപ്പാണ്. സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി തങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ ഈ PM ശ്രീയിലും മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇത് N ഷംസുദ്ദീൻ, മണ്ണാർക്കാട് നിന്നുള്ള ലീഗിൻ്റെ MLA ആയിട്ടുള്ള N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ ഈ പറയുന്ന PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി VD സതീശൻ്റെ കൂടെ ഡൽഹിക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഇത്തരം ഒരു വിവാദമുണ്ടായപ്പോൾ അന്ന് ലീഗിൻ്റെ ഇപ്പോഴത്തെ നിയമസഭാ കക്ഷി നേതാവും ജനറൽ സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി എന്ത് നിലപാടെടുത്തു എന്നുള്ളത്. ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനേ പാടില്ല, അല്ലെങ്കിൽ പിന്നോട്ട് പോകണം, അത് പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു നിലപാടെടുത്ത ലീഗിന്
ഇപ്പോൾ UDFന്റെ ഈ ഒരു സർക്കാരിൻ്റെ സമയത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? മിണ്ടാതെ ഇരുന്ന് സഹിക്കുകയല്ലാതെ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. അതായത് കേവല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തൊണ്ട തൊടാതെ തിരിച്ചു കോരി വിഴുങ്ങേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ലീഗ് ഉള്ളത്. എന്തായാലും അതിദയനീയമാണ് അവസ്ഥ. ഇനി മറ്റൊരു കാര്യത്തിലേക്ക്, ഇന്ന് നമ്മുടെ സതീശൻ മേനോൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയണ്ടായി, ഇനി ഞങ്ങൾ PMC ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ 2 നിർദ്ദേശങ്ങൾ വയ്ക്കുന്നുണ്ട്. ആ 2 നിർദ്ദേശം ഞങ്ങൾ അംഗീകരിക്കുന്ന പോലെ ഇരിക്കുന്നതൊക്കെ. ഏത് നിർദ്ദേശം വയ്ക്കുന്നത്? ഏതൊക്കെ സ്കൂളിലാണ് നടപ്പാക്കുക എന്നുള്ളത്. അത് ഇവിടുന്ന് അല്ലെങ്കിലും ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഇവിടുന്ന് കൊടുക്കുന്ന ഈ സ്കൂളുകളുടെ ലിസ്റ്റിലാണ് അത് നടപ്പാക്കുക. ഇവിടുന്നാണ് ആ ലിസ്റ്റ് കൊടുക്കേണ്ടത്. അതിന് തർക്കമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കരിക്കുലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിക്കുലം എങ്ങനെ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കാശ് അവർ തരുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കരിക്കുലം അവർ നടപ്പാക്കും. അതിനു വേണ്ടിയിട്ടുള്ള ബാധ്യത, അത്തരം കാര്യങ്ങൾ ഈ MOUവിനകത്ത് ഉണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള കണ്ണ് കെട്ടിയുള്ള പരിപാടികളെല്ലാം അവസാനിപ്പിക്കുന്നതായിരിക്കും നന്നാവുക. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. നമ്മുടെ സമൂഹത്തിനോട് ഇങ്ങനെയാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം, കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ചെയ്തും തെറ്റായിരുന്നില്ല എന്ന് അംഗീകരിക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക. ഇതിനകത്തൊരു ഫെഡറൽ സംവിധാനത്തിനകത്ത് കേരളം പോലൊരു സംസ്ഥാനത്തിന് ഈ കേന്ദ്രത്തിന് പൂർണ്ണമായിട്ടും കേന്ദ്രത്തിൻ്റെ ഫണ്ട് വരാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ചെയ്ത പോലെ ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടോ നിയമപരമായി നേരിട്ടുകൊണ്ടോ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഇത് രണ്ടും അല്ലാതെ അപ്പുറത്തെ ചെയ്തവൻ്റെ മേത്ത് ചാരിയിട്ട് ഈ സാധനം കൊണ്ടു നടക്കുന്നത് അത്ര മര്യാദയുള്ള പരിപാടിയല്ല എന്ന് മിസ്റ്റർ പൂക്കി മേനോൻ മനസ്സിലാക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.